ആനിയായിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? റിയലി? ഓ കൺഗ്രാറ്റ്സ് ആനി. ഏതായാലും മാരേജ് ഫിക്സ് ചെയ്തല്ലോ. നിന്റെ താളത്തിനൊത്ത് തുള്ളാനും തുണി നനയ്ക്കാനും അടുക്കള ജോലികളൊക്കെ ചെയ്യാനും നിനക്ക് ഒരു മെഷീൻ കിട്ടിയല്ലോ. എന്നാ കല്യാണം? ഓ നെക്സ്റ്റ് ഓഗസ്റ്റിലാണോ? ഓക്കെ ദെൻ ബൈ. കല്യാണത്തിന് വരാട്ടോ. ആരായിരുന്നു ഫോണിൽ? ഓ എന്റെ പണിക്കരേട്ട ആ ആനിയാ. അറിഞ്ഞോ? അവളുടെ കല്യാണം ഫിക്സ് ചെയ്തു. മനസ്സിലായി. താളത്തിനൊത്ത് തുള്ളുന്ന കാര്യവും വാഷിംഗ് മെഷീന്റെ കാര്യവും വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന കാര്യവും ഒക്കെ പറഞ്ഞപ്പോ മനസ്സിലായി നിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കുമെന്ന്. എന്നാണ് കല്യാണം? അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു. പക്ഷെ അടുത്ത ഓഗസ്റ്റിലാ കല്യാണം. അപ്പൊ അടുത്ത ഓഗസ്റ്റ് വരെ കെട്ടാൻ പോണ ചെറുക്കന് മനസ്സമാനത്തോടെ ജീവിക്കാം. എന്താ? പോലീസുകാരാണ്. എന്താ കാര്യം? ഈ നശിച്ച ഒരു ഹർത്താല് എന്റെ ചേച്ചി ഞാൻ ചുമ്മാ അതിലേക്ക് നടന്നു വരുമായിരുന്നു. അപ്പൊ ഒരു 3-4 പോലീസുകാർ ചുമ്മാ എന്നിട്ട് ഓടിച്ചിട്ട് കുഴമ്പരിപ്പുണ്ടോ ഇവിടെ ഒരെണ്ണം കിട്ടുകയും ചെയ്തു. എടാ കാര്യം എന്താന്ന് പറ നീ. എന്റെ പൊന്നെ ഞാനൊന്നും ചെയ്തില്ലെന്ന്. പിന്നെ അല്ലെങ്കിൽ ഹർത്താലെ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് മേളാങ്ങിക്കാലോ, സാധാരണക്കാരെ പിടിച്ചൊക്കെ തല്ലാലോ ചുമ്മാങ്ങള്. എടാ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ഹർത്താൽ നടന്നാ നീ എന്തിനാ അവിടെ കിടന്ന് മേളാങ്കിക്കണത്? അപ്പൊ ശരി ഞാൻ കുറ്റക്കാരൻ. എന്നെ തല്ലാനോടിച്ച പോലീസുകാരൊക്കെ മിടുക്കന്മാർ. പോലീസുകാരൻ നീ അങ്ങനെ കുറ്റം പറയണ്ട. അതിനാ ഇവിടെ ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ പണിമുടക്കാം. കുട്ടികൾക്ക് പണിമുടക്കാം, അധ്യാപകർക്ക് പണിമുടക്കാം, ഡോക്ടർമാർക്ക് പണിമുടക്കാം, ഇവിടുത്തെ ബസ്സുകാർക്കൊക്കെ പണിമുടക്കാം. ഏതെങ്കിലും ഒരു ദിവസം പോലീസുകാർ ഇവിടെ പണിമുടക്കുന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? അവർ പണിമുടക്കാനുള്ള അവസ്ഥ നിനക്കറിയാമോ? അത് പിന്നെ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ കേരളം കുട്ടിച്ചോറാവൂലേ? കുട്ടിച്ചോറോ? ഇവിടെ കള്ളന്മാര് വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി ഞരങ്ങും. അക്രമികളാണെങ്കിൽ ഇവിടെ മുഴുവൻ അങ്ങ് ആക്രമിക്കും. ഇവർക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരില്ലല്ലോ. ഭയങ്കരം തന്നെ. എന്റെ പണിക്കരേട്ട പിന്നെന്തിനാ നിങ്ങൾ മിമിക്രിക്കാരെ എപ്പോഴും പോലീസുകാരെ കളിയാക്കുന്നത്? ഞങ്ങള് പോലീസുകാരെ മാത്രമല്ല കളിയാക്കുന്നത്, ഡോക്ടർമാരെ, സിനിമാ നടന്മാരെ, സാഹിത്യകാരന്മാരെ, രാഷ്ട്രീയക്കാരെ, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രതികരിക്കും. അത് ഞങ്ങൾ മിമിക്രിക്കാരുടെ ഒരു ശീലമാ. ഈസ് ഇറ്റ് ട്രൂ? യെസ്. എന്താ ബാല ഇത്? ഇവനൊരു കള്ളനാണെന്ന് കരുതിയിട്ട് ചുമ്മാ ഇങ്ങനെ വയറ്റത്തിരിക്കണോ? ഇവനൊരു മനുഷ്യനല്ലേ? അതുപോലെ തന്നോട് ആരാ പറഞ്ഞത് വയറ്റത്തിരിച്ചാൽ മാത്രം ഒരാളെ സത്യം പറയുന്നു? താനത് പറയുന്നത് താൻ ആ ചെയ്തത് ശരിയായില്ല. മനസ്സിലായല്ലോ? ഒരു കള്ളനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം. സത്യം പറയണമെന്നുണ്ട് ചുമ്മാ വയറ്റത്തിരിക്കണമെന്നല്ല, ചുമ്മാ നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച് കുനിച്ച് നിർത്തി സത്യം പറയില്ലേ? എനിക്കൊരു ഫോൺ വന്നേക്കണേ, ഞാൻ ഫോൺ എടുത്തോട്ടെ. ഫോണോ? ഇടിക്കാൻ പാടില്ല, ഫോൺ എടുത്തോട്ടെ. ചിലപ്പോ വല്ല മന്ത്രിയോ MLA ആണെങ്കിലോ. എടുത്തോട്ടെ. ഹലോ മോളു, നീ ഇത് എവിടെയാണ്? ഇന്നലെ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ ചോദിച്ചു തരാം. മനുഷ്യന്മാരേക്ക് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല. ശങ്കര അങ്ങനെ സാറേ, സാറാണ് എന്നെ ഇത്ര നേരം എടുത്തിട്ടിരുന്നത്. എന്റെ പൊന്ന് സാറേ, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല സാറ് എന്നെ പണ്ടൊരു ഓണക്കോടി എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് നീ ചെയ്ത ശരിയല്ല. അത് നീ ചെയ്ത തീരെ ശരിയല്ല. കാരണം ഇവനൊരു ഓണക്കോടി എടുത്ത് നീ അവനെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഇവന്റെ ഭാഗത്താ, ഞാൻ ഇവന്റെ ഭാഗത്ത് നിൽക്കും. താനെ ചെയ്ത തീരെ ശരിയല്ല. ശരിയായില്ല അല്ലേ? എടോ പൊലച്ചക്ക് 2 മണിക്ക് കട കുത്തി തുറന്ന് ഓണക്കോടി എടുത്ത ഇവനെ ഉമ്മമ്മക്ക ഉമ്മം. ആശ്വാസമായി. എന്റെ പൊന്ന് സാറേ, സാർ ഇത്ര വലിയ വർത്താനം പറയണ്ട. ഞാൻ വെറും 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയതിന് സാർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അത് ശരിയല്ല. അക്കാര്യത്തിൽ ഞാൻ ഇവന്റെ സൈഡാ. വെറും 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ ഇവൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? എടാ മോഷ്ടിച്ച വണ്ടി 40 കിലോമീറ്ററിലെല്ലാം ഉരുട്ടി കൊണ്ടുപോവാണെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. ശങ്കര, നീ ഒരു കാര്യം അറിഞ്ഞ? നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലെ തോട്ടില് നമ്മുടെ അതിർത്തിയില് ഒരു ജഡം ഇങ്ങനെ ഒഴുകി കിടക്കണം. ഞാൻ എന്ത് ചെയ്തെന്നാ, ഞാനൊരു വടി എടുത്തിട്ട് ഈ ജഡം അപ്പുറത്തെ പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് തന്റെ ബുദ്ധിയെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എന്താ കാര്യം, ഞാനിങ്ങനെ അങ്ങോട്ട് കുത്തിവിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ വീണ്ടും ഉണ്ടോ ഈ ശവം നമ്മളെ നിർത്തിലേക്ക് വരുന്നു. വീണ്ടും കുത്തിവിട്ട്
നമ്മളടുത്തേക്ക് വരുന്നത്. എടാ എന്നാ പേടിക്കണം, വല്ല പ്രേതബാധയുള്ള ശവമായിരിക്കൂടാ. പ്രേതബാധ ശവമൊന്നും അല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ നമ്മൾ അപ്പുറത്തെ സ്റ്റേഷനിലെ SI ഒരു വടിയെടുത്ത് അച്ഛനിരുന്ന് കുത്താ ഇങ്ങോട്ടേക്ക്. ഇതാണടാ ഇപ്പൊ പോലീസുകാരുടെ സ്ഥിരം പരിപാടി. അവർക്ക് ശവം കണ്ട അപ്പ കുത്തും. അതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ എന്റെ വീട് ഇവിടെ അടുത്താണ്. എന്റെ വീട് ഇവിടെ അടുത്ത്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ ഭാര്യക്ക് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര പേടിയാടാ. വീട്ടില് രാത്രി ഭാര്യക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര പേടിയാ. അതുകൊണ്ട് അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് അവിടെ വരെ ഒന്ന് നടക്കില്ല. ഡ്യൂട്ടി സമയത്ത് പോവാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് കേക്ക്. നിനക്ക് എന്റെ ഭാര്യ അറിയാലോ, അവൾക്ക് മുടിഞ്ഞ സ്നേഹം എന്നോട്. ഒരു മിനിറ്റ് അവൾക്ക് എന്നെ പിരിഞ്ഞിരുന്നൂടാ. മാത്രമല്ല അവൾക്ക് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പേടിയാ. അപ്പൊ ഞാൻ ദേ ടപ്പേന്ന് പറഞ്ഞൊന്ന് പോയി വരും. അത് ശരിയാവില്ല. കാരണം എന്താ? നീ അങ്ങനെ വാശി പിടിക്കില്ല. നീ അങ്ങനെ ഒരൊറ്റ പണി ചെയ്യ്. ഇന്ന് ഞാൻ പോവാ ഡ്യൂട്ടി സമയത്ത്. നാളെ നീ പൊക്കോടാ നിന്റെ വീട്ടിലേക്കോ? എന്റെ വീട്ടിലേക്കല്ലടാ, നീ നിന്റെ വീട്ടിലേ പൊക്കോ. അത് ശരി. മനസ്സിലായോ? അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ ഡ്യൂട്ടി സമയത്ത് പോയ ഇവര് SI അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ തൊപ്പി തെറക്കും. സംഭവം SI അറിഞ്ഞാൽ എന്റെ തൊപ്പി ഉറക്കും. പക്ഷെ SI പറയാഞ്ഞാ പോരെ. പറഞ്ഞാല് നീ പറയാഞ്ഞാ പോരെ. നീ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല, നീ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പോയരാ. ഇവിടെ വെച്ചാണ് സീറ്റ് വിളിക്കുന്നത്. ഇവിടെ വെച്ചാൽ ഇവിടെ വെച്ച് സിഗരറ്റ് വിളിക്കാം. സപ്പോസ് ഇവിടെ വെച്ച് സിഗരറ്റ് വിളിക്കാൻ പറ്റുമോ? സപ്പോസ് ഇവിടെ വെച്ച് അയ്യോ എന്റെ പൊന്നു സുഹൃത്തെ, പണിപാളിയേ. നീ വീട്ടിൽ പോയി എന്റെ ബുദ്ധി ഉണ്ടല്ലേ, എമ്മാതിരി ബുദ്ധി എനിക്ക്. ഞാനെല്ലായിരുന്നെങ്കിൽ മൊത്തം പാളിയനെ. എന്താ പ്രശ്നം? എന്താണെന്നോ, എടാ ഞാനിവിടുന്ന് വീട്ടിലേ പോയില്ലേ. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോണ്ടടാ SI അവിടെ. ആടാ എന്റെ വീട്ടില് എന്റെ സ്വന്തം ഭാര്യന്റെ. എന്താ അവിടെ സംഭവം? അവിടെ എന്താന്നോ, അവിടെ ഡോല് രണ്ടാളും കൂടി ഇങ്ങനെ വെറുതെ പെടുന്നു. നീ എന്ത് ചെയ്ത്? ഞാനോ അവിടില്ലേ, ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചേ. എന്ത് ബുദ്ധി? ഞാൻ ഉടനെ തന്നെ അവിടുന്ന് ഒരു ഒറ്റോട്ടം വെച്ചെടുത്തു. ആ സമയത്തൊട്ടങ്ങാൻ SI എന്നെ അവിടെ കണ്ട എന്റെ പണി പോകൂലേ. അതെന്താന്നോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലല്ലടാ.